ഹായ് ഓൾ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് കൊഞ്ച് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഇത് കായൽ കൊഞ്ചാണ് കേട്ടോ. അപ്പം ഇത് ഓൾറെഡി ഞാൻ ഇതിൻ്റെ ക്ലീനിങ് പ്രോസസ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് ക്ലീൻ ചെയ്യാൻ അറിയാത്തവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കണേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ടോ. ഇവിടെ ചെറിയുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മെയിൻ ആയിട്ടുള്ളത് കാന്താരി മുളക്. ഇപ്പം നിങ്ങളുടെ കാന്താരി മുളക് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പച്ചമുളക് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഇതെല്ലാം നമ്മൾ ഒന്ന് ചതച്ചെടുക്കാം. അപ്പോൾ ആദ്യം നമുക്ക് ഈ കല്ലിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ആദ്യം ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ചെറിയുള്ളിയാണ് ചേർക്കുന്നത് കേട്ടോ. ചെറിയുള്ളി ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ചേർക്കുന്നുണ്ട്. കാരണം ഉള്ളി പെട്ടെന്നൊന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത്. അതിനുശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസായ ഇഞ്ചി, വെളുത്തുള്ളി, കാന്താരി മുളക് എല്ലാം ചതച്ച് വെച്ച്, ഇതിപ്പോൾ എല്ലാം ചതച്ച് വെച്ചതാണ് കേട്ടോ ഇടുന്നത്. ഇപ്പം ഇതെല്ലാം കൂടെ ഇട്ട് നല്ലപോലെ വഴറ്റുക. അപ്പോൾ ഈ റെസിപ്പി ഉണ്ടാക്കുന്നത് എൻ്റെ അമ്മച്ചിയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയ്ക്കൊന്ന് അമ്മച്ചിയെ ഒന്ന് ഹെൽപ്പ് ചെയ്യുന്നുള്ളൂ, കുറച്ചൊന്ന് ഇളക്കാനും പിടിക്കാനും ഒക്കെ. അപ്പം അമ്മച്ചിയുടെ റെസിപ്പി ഇത്. പിന്നെ ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. മഞ്ഞൾപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇടുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഇടുന്നത് കാശ്മീരി ചില്ലി പൗഡറാണ്. അത് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടുന്നുണ്ട്. അപ്പോൾ എരിവില്ലാത്ത ആ ഒരു കളറ് കിട്ടാൻ വേണ്ടിയിട്ടോ കാശ്മീരി ഇടുന്നത്. പിന്നെ 1 ടീസ്പൂണ് ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടിയായിട്ടിരിക്കുന്നത്. എന്നിട്ട് നല്ലപോലെ വഴറ്റുക. പിന്നെ ഞാനിവിടെ ചേർക്കുന്ന തക്കാളി, ഒരു വലിയ തക്കാളിയും പിന്നെ ഒരു അര കഷ്ണമാണ് നമ്മുടെ ഈ കുടംപുളിയില്ലേ, അത് അര കഷ്ണമായിട്ടൊരു കുടംപുളി അത് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞ രീതിയിലിട്ടിട്ട് അതും ഇട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക. ഇനി ഞാനിതിലേക്ക് കുറച്ച് വെള്ളം ചേർക്കുന്നുണ്ട്. ചെറിയ ചൂടുവെള്ളമാണ് ചേർത്തിരിക്കുന്നത്. അതും ഇട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കിയതിന് ശേഷം നമുക്കിതിലേക്ക് കൊഞ്ചിടാം. എന്നിട്ട് കൊഞ്ച് ഇതുപോലെ എല്ലായിടത്തും അതിൻ്റെ മസാല ഇതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കണം കേട്ടോ കൊഞ്ചിലേക്ക്. ഇനി നമുക്കിതിലേക്ക് തേങ്ങാപ്പാലൊക്കെ ചേർക്കുന്നുണ്ട്. പക്ഷേ ഇത് കൊഞ്ചൊന്ന് ജസ്റ്റ് ഒന്ന് വെന്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ ചേർക്കുന്നത്. ഇതുപോലെ എല്ലാ മസാല ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെച്ച് കൊടുക്കണേ. ഇനി കുറച്ച് നേരം ഒരു 6-7 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചൊന്ന് ഇതൊന്ന് വേവിക്കണം. വെന്തതിന് ശേഷം ഞാനിതിലേക്ക് ഒരു കുറച്ച് തേങ്ങാപ്പാലാണ് ചേർക്കുന്നത്. ഒത്തിരി തേങ്ങാപ്പാൽ വേണ്ട, കാരണം നമുക്കിതൊരു ഗ്രേവി കൺസിസ്റ്റൻസി അല്ല, ഒരു പെരണ്ടിരിക്കുന്ന രീതിയിലാണ് നമുക്കിത് വേണ്ടത്. കൊഞ്ച് റോസ്റ്റ് അല്ലേ, അപ്പോൾ അതൊരു പെരണ്ട രീതിയിലാണ് വേണ്ടത്. അപ്പോൾ ഇതിങ്ങനെ ഒന്ന് തിരിച്ച് മറിച്ചൊന്ന് ഇട്ട് കൊടുക്കണം. അത് കഴിഞ്ഞ് അതൊന്ന് ആ തേങ്ങാപ്പാലൊന്ന് ചെറുതായിട്ടൊന്ന് വറ്റിയതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ കൊഞ്ച് റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. അപ്പം എൻ്റെ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. പുതുതായിട്ട് ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പി ആയിട്ട് കാണാം. ബൈ ബൈ, സീ യു.